നമസ്കാരം, എൻ്റെ പേര് ക്ലിഞ്ചു. ഞാൻ ഹെൽത്ത് ഇൻഷുറൻസ് അഡ്വൈസറാണ്. സ്വദേശം തൃശ്ശൂരാണ്. അതുപോലെ തന്നെ ഇന്ന് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി പറ്റിയിട്ടുള്ള ഒരു കമ്പാരിസൺ വീഡിയോ ആണ്. പ്രത്യേകിച്ചും പ്രീമിയം കുറഞ്ഞ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികളൊക്കെ സെർച്ച് ചെയ്യുന്നവരൊക്കെയാണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാനായിട്ടും ശ്രമിക്കുക. ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത്, ഈ അടുത്ത് ഞാൻ എൻ്റെ പേരൻസിന് SBIയുടെ ആരോഗ്യ പ്ലസ് എന്ന് പറയുന്ന ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. 4 വർഷം മുമ്പൊക്കെ എടുത്തു വെച്ചൊരു പ്ലാൻ ആയിരുന്നു. പക്ഷെ ഇപ്പൊ റിന്യൂവൽ ആയിരുന്നു. റിന്യൂവൽ ചെയ്യേണ്ട സമയത്ത് എനിക്ക് അടയ്ക്കേണ്ടുന്ന പ്രീമിയം എന്ന് പറയുന്നത് 10,500 ഉണ്ടായിരുന്ന പ്ലാൻ ഒറ്റയടിക്കാണ് എനിക്ക് 60,000 രൂപ എടുത്ത് ചിലവായി ഒരു 5 lakhന്റെ കവറേജിന്. വേറെ ഒന്നുകൊണ്ടല്ല, ഈ അടുത്ത് SBIയുടെ ആരോഗ്യ പ്ലസ് വിഡ്രോ ചെയ്തായിരുന്നു മാർക്കറ്റിൽ നിന്ന്, ക്ലെയിം റേഷ്യോ കൂടി എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഈ സമയം ഒരു 4 വർഷം മുമ്പൊക്കെ ഞാനും ഒത്തിരി പ്രൊഡക്റ്റുകളൊക്കെ സെല് ചെയ്തായിരുന്നു. യൂട്യൂബിലൂടെ ഒക്കെ സെല് ചെയ്തായിരുന്നു. ബാങ്ക് വഴിയും ഒത്തിരി SBIയുടെ ആരോഗ്യ പ്ലസ് സെല് ചെയ്തായിരുന്നു. ഇപ്പൊ റിന്യൂവലൊക്കെ വരുമ്പോൾ ഒത്തിരി പേര് റിന്യൂവൽ ഡാറ്റ ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഒത്തിരി പേര് റിന്യൂ ചെയ്യാതെ പ്രീമിയം ഒറ്റയടി കൂടിയതിന്റെ പേരിൽ ഒറ്റ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഇല്ലാതെ എന്താ പറയാ ഇല്ലാത്തൊരു അവസ്ഥയായിട്ട് കാണാനായിട്ട് സാധിച്ചായിരുന്നു. അപ്പൊ ആ ഒരു അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ ചെയ്യാനായിട്ട് കാരണം. വേറെ ഒന്നുകൊണ്ടല്ല, ഇന്നത്തെ കാലത്ത് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ്. അപ്പൊ ആ ഒരു മാർക്കറ്റിലൊക്കെ സ്റ്റഡി ചെയ്ത് കഴിഞ്ഞപ്പോൾ പ്രീമിയം കുറഞ്ഞ കുറച്ച് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികൾ കണ്ടെത്താനായിട്ട് സാധിച്ചു. അതിൽ മെയിനായിട്ട് 4 ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികളാണ്. അതിൽ മെയിനായിട്ട് എടുത്തത് ഒന്ന് മണിപ്പാൽ സിഗ്നയുടെ സർവപ്രഥം എന്ന് പറയുന്ന പ്ലാൻ. അതുപോലെ രണ്ടാമത്തെ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് കെയർ ഹെൽത്തിന്റെ വാല്യൂ ഫോർ മണി എന്ന് പറയുന്ന പ്ലാൻ. മൂന്നാമതായിട്ട് SBIയുടെ തന്നെ ആരോഗ്യ അഡ്വാൻസ് എന്ന് പറയുന്ന പ്ലാൻ. നാലാമത് കോമൺ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ആരോഗ്യ സഞ്ജീവനി. കമ്പാരിറ്റീവ്ലി മറ്റുള്ള പ്രൊഡക്റ്റ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ അത്ര ബെസ്റ്റ് പ്രൊഡക്റ്റ് ഒന്നല്ല, പക്ഷെ പ്രീമിയം വളരെ കുറവാണ്. ഒരു സാധാരണക്കാർക്കൊക്കെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രീമിയത്തിലുള്ള ഇൻഷുറൻസ് പ്രൊഡക്റ്റുകളാണ്. നമുക്ക് കൂടുതലായിട്ട് ആ ഒരു പ്രൊഡക്റ്റിലേക്ക് കിടക്കാം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഞാനൊരു ഒരു കമ്പാരിസൺ നടത്തായിരുന്നു. പ്രീമിയം സാധാരണഗതിയിൽ നമുക്ക് എല്ലാ അസുഖങ്ങളും കവർ ചെയ്യുന്ന നല്ല പോളിസികൾക്കൊക്കെ എത്ര രൂപ വരും എന്നുള്ള കാര്യം. അങ്ങനെ പാരന്റ്സിനൊക്കെ ഒരു 65-60 വയസ്സുള്ള പാരന്റ്സിനൊക്കെ പ്രീമിയം എടുത്തു കഴിഞ്ഞപ്പോൾ ഇപ്പൊ കോപ്പേയ്മെന്റ് സബ്ലിമിറ്റ് ഒന്നും ഇല്ലാത്ത പോളിസികൾക്കൊക്കെ വരുന്ന പ്രീമിയം ഏകദേശം ഒരു 5 ലക്ഷത്തിന് ടാറ്റേജിലൊക്കെ ആണെങ്കിൽ നമുക്കൊരു 45,930 രൂപ അടുത്ത് വരുന്നുണ്ട്. നമ്മുടെ കേരളത്തിലെ റേറ്റ് നോക്കുകയാണെങ്കിൽ 5 ലക്ഷത്തിന്. അതുപോലെ നിവകുപ്പിലേക്ക് വരാണെങ്കിൽ 54,000 രൂപ അടുത്താണ് വരുന്നത് 5 ലാഖിന്. സ്റ്റാർ ഹെൽത്തിന്റെ അഷറിലാണെങ്കിൽ 37,000 രൂപ അടുത്താണ് വരുന്നത്. കെയർ ഹെൽത്തിന്റെ സുപ്രീമിലേക്കാണെങ്കിൽ 42,000 രൂപ അടുത്താണ് പ്രീമിയം വരുന്നത്, വെറും 5 ലക്ഷത്തിന്. എനിക്ക് തോന്നിയൊരു കാര്യം, പലപ്പോഴും സാധാരണക്കാർക്ക് പരിഗണിക്കാൻ പറ്റുന്നതിനേക്കാൾ കൂടുതലാണ് ഈ ഒരു പ്രീമിയം. മാത്രമല്ല, ഇതിലൊരു ഏജ് സ്ലാബ് ഉണ്ട്. നമ്മൾ ഒരിക്കലും ഇപ്പൊ ഒരു പ്രീമിയം എടുത്തു കഴിഞ്ഞാൽ ലൈഫ് ലോങ് ഫിക്സ്ഡ് പ്രീമിയം അല്ല. ഈ പറഞ്ഞ പോലെ ഒരു 65 കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സ്ലാബിലേക്ക് പ്രീമിയം ചേഞ്ച് ആവുന്നുണ്ട്. ഇപ്പൊ നിവകുപ്പ് ഒഴിച്ച് ബാക്കി എല്ലാത്തിലും പ്രീമിയത്തിന്റെ വ്യത്യാസം വരുന്നുണ്ട്. ഒരു 65 കഴിഞ്ഞ് ചിലപ്പോൾ 66ലേക്ക് വരുമ്പോൾ ഒരു 45 എന്നുള്ള പ്രീമിയം ചിലപ്പോൾ 55,000 ആയിരിക്കാം. നല്ല രീതിയിൽ കൂടുന്നുണ്ട് ഒരു 66ലേക്ക് കിടക്കുമ്പോൾ തന്നെ. മാത്രമല്ല, ഇതിന്റെ കൂടെ തന്നെ നമുക്കറിയാം ചിലപ്പോൾ BP ഷുഗർ ഒക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ലോഡിംഗ് ചാർജോ അല്ലെങ്കിൽ നമ്മൾ റൈഡർക്ക് ആഡ് ചെയ്താലാണ് ചിലപ്പോൾ ഡേ 1 മുതൽ കവറേജ് കിട്ടുന്ന റൈഡറൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ പ്രീമിയം അടക്കേണ്ടതായിട്ട് വരും. വീണ്ടും ഒരു 10,000 രൂപയൊക്കെ ചിലപ്പോൾ അടക്കേണ്ടതായിട്ട് വരും. അപ്പൊ സ്വാഭാവികമായിട്ടും പാരന്റ്സിന് പ്രീമിയം എടുക്കാന്ന് പറയുന്നത്, ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാന്ന് പറയുന്നത് പ്രീമിയം വളരെ കൂടുതലാണ്. അപ്പൊ നമ്മൾ ആ ഒരു സാഹചര്യം കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു 4 പ്രൊഡക്റ്റുകളിലേക്ക് നമ്മൾ വന്നിട്ടുള്ളത്. ഇതിൽ നമ്മൾ ഫസ്റ്റ് എടുത്തേക്കുന്നത് മണിപ്പാൽ സിഗ്ന എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റിനെ പറ്റിയാണ്. മണിപ്പാൽ സിഗ്ന ഈ അടുത്ത് 3 പ്രൊഡക്റ്റുകൾ ലോഞ്ച് ചെയ്തിരുന്നു. മാർക്കറ്റ് ട്രെൻഡിങ് ആയിട്ടുള്ള 3 പ്രൊഡക്റ്റുകളാണ്. സർവോത്തം, സർവപ്രഥം, സർവപരം എന്ന് പറഞ്ഞിട്ട് 3 വളരെ യുണീക്കാണ്. ഇതിൽ നമ്മൾ ഇന്ന് എടുത്തേക്കുന്നത് സർവപ്രഥം എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. വളരെ ചീപ്പായ ഒരു പ്രൊഡക്റ്റ് ആണ്. സാധാരണക്കാർക്കൊക്കെ ഏജ് കൂടിയവർക്കൊക്കെ പരിഗണിക്കാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ഇന്ന് മണിപ്പാൽ സിഗ്നയുടെ പ്രഥം എന്ന കമ്പാരിസൺ എടുത്തേക്കുന്നത്. ഈ അടുത്ത് മണിപ്പാൽ സിഗ്ന വളരെ ന്യൂസിലൊക്കെ വളരെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു, LIC ഏറ്റെടുക്കാൻ പോകുന്നതിനൊക്കെ പറ്റിയിട്ട്. ഇതൊന്നും മണിപ്പാൽ സിഗ്ന മീഡിയ അസിസ്റ്റ് ആണ് മണിപ്പാൽ സിഗ്നയ്ക്ക് വേണ്ടിയിട്ട് ക്ലെയിം സെറ്റിൽമെന്റ് ഒക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നെറ്റ്വർക്ക് നല്ല രീതിയിലുള്ള നെറ്റ്വർക്ക് ഉണ്ട്. നമുക്ക് ഹോസ്പിറ്റലിലേക്ക് വേണ്ടി ജസ്റ്റ് വിളിച്ചു നോക്കാം മീഡിയ അസിസ്റ്റ് എങ്ങനെയുണ്ട് അല്ലെങ്കിൽ മണിപ്പാൽ സിഗ്ന എങ്ങനെയുണ്ടെന്നൊക്കെ ജസ്റ്റ് ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കമ്പനിയെ പറ്റി ഏകദേശം ഒക്കെ ഒരു ഐഡിയ നമുക്ക് കിട്ടും. ഇതിൽ മെയിൻ ആയിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു പോളിസിയിൽ ഈ പ്രഥം എന്ന് പറയുന്ന ഒരു പോളിസി മെയിൻ ആയിട്ട് കവർ ചെയ്യുന്നത് 4 അസുഖങ്ങൾക്കാണ് മെയിൻ ആയിട്ട് കവർ ചെയ്യുന്നത്. അതായത് ഇനി അസുഖങ്ങൾ കവർ ചെയ്യുന്ന രീതിയിലല്ല, 4 അസുഖങ്ങളാണ് മെയിൻ ആയിട്ട് അവർ പറയുന്നത്. ക്യാൻസർ, സ്ട്രോക്ക്, കാർഡിയക് ഇഷ്യൂസ്, ഹാർട്ട് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, മേജർ ആയിട്ടുള്ള ഓർഗൻ അല്ലെങ്കിൽ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ്, ഇത്തരത്തിലുള്ള 4 അസുഖങ്ങൾ മാത്രമാണ് ഈ ഒരു പ്ലാനിൽ കവർ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഈ ഒരു പോളിസി എടുക്കാനായിട്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം സാധാരണ നമ്മൾ മേലെ കണ്ട പോലെ തന്നെ പ്രീമിയം ഒരു 5 ലക്ഷത്തിനൊക്കെ 45,000 50,000 ഒക്കെ അടുത്ത് പ്രീമിയം വരുന്നുണ്ട്. ഒരു സാധാരണക്കാർക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു വർഷത്തിൽ ആ പ്രീമിയം അടയ്ക്കാൻ പറ്റുന്ന വരില്ല. അത്തരത്തിലൊരു സാഹചര്യത്തിലാണ് റേറ്റ് കുറഞ്ഞത്. ഇതിന്റെ പ്രീമിയം നോക്കി കഴിഞ്ഞാൽ വളരെ ചീപ്പാണ്, വളരെ റേറ്റ് കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് എടുത്തേക്കുന്നത്.
ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു പനി വന്നിട്ട് ട്രീറ്റ്മെന്റ് പോയി കഴിഞ്ഞാൽ ഈ ഇൻഷുറൻസിൽ ക്ലെയിം ചെയ്ത് കിട്ടില്ല. മെയിൻ ആയിട്ട് വരുന്നത് 4 അസുഖങ്ങളാണ്. അപ്പോൾ ഇതിന്റെ കൂടെ തന്നെ ഒരു ആക്സിഡന്റിന്റെ റൈഡറും കൂടി ഉണ്ട്. അപ്പൊ ആ റൈഡറും കൂടെ എടുത്തു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം, മെയിൻ ആയിട്ട് കവർ ചെയ്യുന്നത് 5 അസുഖങ്ങളാണ് ഈ ഒരു പോളിസിയിൽ കവർ ചെയ്യുന്നത്. സാധാരണ ഉള്ള പോളിസി പോലെ അല്ല. ഒന്നുകൂടി പറയാം, ക്യാൻസർ, സ്ട്രോക്ക്, കാർഡിയാക് ഇഷ്യൂസ്, അതുപോലെ തന്നെ മേജർ ആയിട്ടുള്ള ഓർഗൻ ഡോണർ എക്സ്പെൻസ്, ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ്, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു പോളിസിയിൽ കവർ ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഏറ്റവും കൂടുതൽ ട്രീറ്റ്മെന്റ് എക്സ്പെൻസ് എന്ന് ഏറ്റവും കൂടുതൽ വരുന്നത് ക്യാൻസർ തന്നെ പലതരത്തിലുണ്ട്. അതുപോലെ ഞാൻ കേട്ടിട്ടുണ്ട് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് 30-40 ലക്ഷം രൂപയൊക്കെ. അപ്പൊ അത്തരത്തിൽ ഒരു സാധാരണക്കാർക്ക് എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ സജസ്റ്റ് ചെയ്തത്. അപ്പൊ നേരത്തെ എടുത്തേക്കുന്ന 4 പ്രൊഡക്റ്റുകളാണ് നമ്മളിന്ന് കമ്പാരിസൺ എടുത്തേക്കുന്നത്. അപ്പൊ ഇതിൽ ഏജ് ലിമിറ്റിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ, ഇപ്പൊ മണിപ്പാസിനേക്ക് അടക്കുകയാണെങ്കിൽ ഏജ് ലിമിറ്റിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ 18 വയസ്സ് മുതൽ നമുക്ക് ഏജ് ലിമിറ്റ് പറയുന്നില്ല, ഏത് പ്രായക്കാർക്ക് വേണമെങ്കിലും നമുക്ക് ഈ ഒരു പോളിസിയിൽ ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ കെയർ ഹെൽത്തിന്റെ വാല്യൂ ഫോർ മണി എന്ന് പറയുന്ന പ്ലാനിൽ 18 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ളവർക്കാണ് ഈ ഒരു പ്ലാൻ എടുക്കാനായിട്ട് സാധിക്കുന്നത്. പിന്നെ ഇൻഡിവിജ്വൽ ആയിട്ട് എടുക്കുകയാണെങ്കിൽ 41 വയസ്സ് മുതലാണ് ഈ ഒരു പ്ലാൻ എടുക്കാനായിട്ട് സാധിക്കുക. അതുപോലെ SBIയുടെ അഡ്വാൻസ് എന്ന് പറയുന്ന പ്ലാൻ ആണെങ്കിൽ 18 വയസ്സ് മുതൽ 65 വയസ്സ് വരെയുള്ളവർക്കാണ് ഈ ഒരു പ്ലാൻ എടുക്കാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ ഈ ഒരു പ്ലാനിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, SBIയിൽ അക്കൗണ്ട് ഉള്ളവർക്ക് മാത്രമാണ് ഈ ഒരു പ്ലാൻ എടുക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ആരോഗ്യ സഞ്ജീവനിലേക്ക് വരാണെങ്കിൽ 18 വയസ്സ് മുതൽ 65 വയസ്സ് വരെയുള്ളവർക്കുള്ള ഒരു പ്ലാനാണ്. ആരോഗ്യ സഞ്ജീവനി എല്ലാ ഇൻഷുറൻസ് കമ്പനിയുള്ള ഒരു കോമൺ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്, പണ്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. പക്ഷെ കുറച്ചധികം സബ്ലിമിറ്റും ഒക്കെ അതിൽ കാണാനായിട്ട് പറ്റും നമുക്ക്. പിന്നെ അതുപോലെ തന്നെ അടുത്തായിട്ട് പരിഗണിക്കാവുന്ന ഒരു ഫീച്ചറാണ് റൂം റെന്റ്, അതുപോലെ ICU. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഈ റൂം റെന്റിനെ ആശ്രയിച്ചിട്ടാണ് നമ്മുടെ ടോട്ടൽ ബില്ല്. ഇപ്പൊ നമ്മൾ ഒരു ഡിലക്സ് റൂമോ സൂട്ട് റൂമോ ഒക്കെ എടുക്കുന്നതിനനുസരിച്ചാണ് നമ്മുടെ ടോട്ടൽ ബില്ലിനെ അതിനെ ബാധിക്കുന്നുണ്ട്. അപ്പൊ ഈ മണിപ്പാൽസിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് എനി റൂം ചൂസ് ചെയ്യാം. അതിലൊരു റൈഡർ ഉണ്ട്. അപ്പൊ ആ റൈഡർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എനി റൂം ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ICUക്ക് ഒന്നും സബ്ലിമിറ്റിൽ നമുക്ക് അപ് ടു സമ്മൻഷോട് വരെ യൂസ് ചെയ്യാം. കെയർ ഹെൽത്തിലാണെങ്കിൽ നമുക്ക് സിംഗിൾ പ്രൈവറ്റ് റൂമാണ് അവർ ഓഫർ ചെയ്യുന്നത്. പക്ഷെ ICUക്ക് ഒന്നും സബ്ലിമിറ്റ് പറയുന്നില്ല, നമുക്ക് അപ് ടു സമ്മൻഷോട് വരെ ICUക്ക് യൂസ് ചെയ്യാം. പക്ഷെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം 5, 7, 10 ഇങ്ങനെയുള്ളൊരു സമ്മൻഷോടിലാണ് നമുക്ക് ഈ ഒരു പോളിസി എടുക്കാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ SBIയുടെ അഡ്വാൻസിലേക്ക് വരാണെങ്കിൽ ഈ പറഞ്ഞ റൂമിന് നമുക്ക് അപ് ടു സമ്മൻഷോട് യൂസ് ചെയ്യാൻ, സബ്ലിമിറ്റ് ഒന്നും പറയുന്നില്ല. SBIയുടെ ആരോഗ്യ സഞ്ജീവനിലേക്ക് വരാണെങ്കിൽ 2% റൂം റെന്റ് പറയുന്നത്. അതായത് മാക്സിമം റൂമിന് 5000 രൂപയാണ് അവർ പറയുന്നത്. ICUക്ക് ആണെങ്കിൽ 5%, അതായത് മാക്സിമം നമുക്ക് 10000 രൂപ വരെയാണ് നമുക്ക് കവർ ചെയ്ത് കിട്ടുന്നത്. അപ്പൊ റൂം റെന്റും ICUം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ പരിഗണിക്കുക 2 കാര്യങ്ങളും എനി റൂമാണെന്ന് എടുക്കാൻ പറ്റുന്നതാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് പരിഗണിക്കേണ്ട അടുത്തൊരു ഫീച്ചറാണ് പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. അതായത് പോളിസി എടുക്കുന്നതിന് മുമ്പ്, അഡ്മിറ്റ് ആവുന്നതിന് മുമ്പുള്ള എക്സ്പെൻസുകൾ, അതുപോലെ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള എക്സ്പെൻസുകൾ നമുക്ക് ഇൻഷുറൻസിൽ കവർ ചെയ്ത് കിട്ടും. ഇതിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മണിപ്പാൽസിനയിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് വരുന്നത് 90, 180, അതായത് അഡ്മിറ്റ് ആവുന്നതിന് മുമ്പുള്ള 90 ദിവസത്തെ ബില്ലുകൾ, ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള 180 ദിവസം വരെയുള്ള ബില്ലുകളൊക്കെ നമുക്ക് ഇതിൽ സബ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ കെയർ ഹെൽത്തിലേക്ക് നോക്കുകയാണെങ്കിലും 60, 180 ദിവസം വരെയുള്ള ബില്ലുകൾ നമുക്ക് സബ്മിറ്റ് ചെയ്യാം. SBIയിലേക്ക് വരികയാണെങ്കിൽ 60, 90 അവർ പറയുന്നത്. ആരോഗ്യ സഞ്ജീവനിയിലാണെങ്കിൽ 30, 60 ഈ ദിവസത്തിലുള്ള ബില്ലുകൾ നമുക്ക് സബ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതും കൂടി പരിഗണിക്കുക, കൂടുതൽ ഇപ്പൊ പ്രീ ആൻഡ് പോസ്റ്റ് കൂടുതലുള്ള പോളിസികൾ പരിഗണിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. അതുപോലെ തന്നെ അടുത്തായിട്ട് നമുക്ക് പരിഗണിക്കേണ്ട ഒരു ഫീച്ചറാണ് റീസ്റ്റോറേഷൻ എന്ന് പറയുന്നത്. റീസ്റ്റോറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പോളിസി എടുത്തിട്ടുണ്ട്, ഒരു 5 ലക്ഷത്തിന്റെ പോളിസി എന്ന് വിചാരിക്കുക. അപ്പൊ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതേ വർഷം വീണ്ടും 5 ലക്ഷം രൂപ റീസ്റ്റോർ ആയിട്ട് കിട്ടാറുണ്ട്. അപ്പൊ ഈ കമ്പനിയിലോട് പോവുകയാണെങ്കിൽ നമുക്ക് മണിപ്പാൽസിനയിൽ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് റീസ്റ്റോറേഷൻ അവൈലബിൾ ആണ്. പക്ഷെ നമ്മൾ റൈഡർ ആഡ് ചെയ്യണം അതിൽ. കെയർ ഹെൽത്തിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് അതിലും നമുക്ക് റീസ്റ്റോറേഷൻ 5 കഴിഞ്ഞാൽ വീണ്ടും ഇൻബിൽറ്റ് ആയിട്ട് അവർ കൊടുക്കുന്നുണ്ട്. SBIയിലും അതുപോലെ തന്നെ ആരോഗ്യ സഞ്ജീവനിയിൽ നമുക്ക് റീസ്റ്റോറേഷൻ ഫീച്ചർ കാണാനായിട്ട് സാധിക്കില്ല. പിന്നെ അതുപോലെ തന്നെ ബോണസ്, നമുക്കറിയാം ഇൻഷുറൻസ് ചിലപ്പോൾ ക്ലെയിം ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ ഇൻഷുറൻസ് റിന്യൂ ടൈം ചെയ്യുമ്പോൾ സമയത്ത് ഇൻഷുറൻസ് കമ്പനികൾ കുമുലേറ്റീവ് ബോണസ് പോലെ കൊടുക്കാറുണ്ട്. മണിപ്പാൽസിനേക്ക് വരാണെങ്കിൽ ഒരു 10x കവറേജ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് റൈഡർ ആയിട്ടാണ്. ഇതിന് ഗുഡ് ബെനിഫിറ്റ് എന്നാണ് അതിനെ പറയുന്നത്. അപ്പൊ നമ്മൾ ആ റൈഡർ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോൾ ഒരു 10 ലക്ഷത്തിന്റെ പോളിസിയാണ് എടുത്തേക്കുന്നത് വിചാരിക്കുക. അപ്പൊ ഈ റൈഡർ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 10 വർഷം കൊണ്ട് എനിക്ക് 1 CR ആയിട്ട് മാറും. അപ്പൊ ആ ഒരു റൈഡറാണ്, അതിന്റെ ഗുഡ് എന്നാണ് ആ ഒരു റൈഡറിന്റെ പേര്. അപ്പോൾ പോളിസി എടുക്കുമ്പോൾ ആ റൈഡർ ആഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫീച്ചർ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ കെയർ ഹെൽത്തിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് 2 വർഷം കൊണ്ട്, ഇപ്പോൾ 10 ലക്ഷത്തിന്റെ പോളിസി ആണെങ്കിൽ 2 വർഷം കൊണ്ട് 20 ലക്ഷമായിട്ട് മാറുന്നുണ്ട്. 50% വർഷത്തിൽ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഗ്യാരണ്ടീഡ് ആണ്. പിന്നെ SBIയിലും ആരോഗ്യ സഞ്ജീവനിയിലും നമുക്ക് SBIയിൽ നോക്കുകയാണെങ്കിൽ റീസ്റ്റോറേഷൻ അവൈലബിൾ അല്ല. പക്ഷെ ആരോഗ്യ സഞ്ജീവനിയിൽ നമുക്ക് ഒരു 5% ഇയർലി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, അപ് ടു 50% ആവുന്നവരെ. അതായത് ഒരു 10 ലക്ഷത്തിന്റെ പോളിസി എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 15 ലക്ഷം ആവുന്നവരെ പോകുന്നുണ്ട്. ബോണസ് ആയിട്ട് ഇൻഷുറൻസ് കമ്പനി റിന്യൂ ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പരിഗണിക്കാവുന്ന മറ്റൊരു ഫീച്ചറാണ് കൺസ്യൂമബിൾസ് കവറേജ് എന്ന് പറയുന്നത്. അതായത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ പഞ്ഞി, സിറിഞ്ച്, അങ്ങനെ നോൺ മെഡിക്കൽ ഐറ്റംസ് പറയുന്ന എക്സ്പെൻസ് ഈടാക്കാറുണ്ട്. മണിപ്പാൽസിനേക്ക് വരികയാണെങ്കിൽ അപ് ടു സമ്മൻഷോട് വരെ ഒരു റൈഡർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആ റൈഡർ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന
എക്സ്ട്രാ വരുന്ന എക്സ്പെൻസ് കവർ ചെയ്യാനായിട്ട് പറ്റും. ബാക്കി മൂന്നെണ്ണത്തിലും കേരള ആയാലും SBI ആയാലും ആരോഗ്യ സഞ്ജീവനിലൊന്നും കൺസ്യൂമബിൾസ് കവർ ചെയ്യുന്നില്ല ആ ഒരു എക്സ്പെൻസ്. പിന്നെ അടുത്തായിട്ട് നമ്മൾ പരിഗണിക്കേണ്ട ഒരു ഫീച്ചറാണ് ആയുഷ് ട്രീറ്റ്മെന്റ്. അതായത് യുനാനി, സിദ്ധ, ആയുർവേദ. പലപ്പോഴും പലരും പറയുന്ന കാര്യമാണ് എനിക്ക് ആയുർവേദ ട്രീറ്റ്മെന്റ് ഈ കവറേജ് ഇൻഷുറൻസ് കവർ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. മണിപ്പാൽ സിഗ്നയിൽ നമുക്ക് അപ് ടു സം ഇൻഷുർഡ് വരെ കവർ ചെയ്യാനായിട്ട് പറ്റും. കെയർ ഹെൽത്തിലാണെങ്കിലും നമുക്ക് അപ് ടു സം ഇൻഷുർഡ് കവർ ചെയ്യാം. അതുപോലെ തന്നെ SBI യിലാണെങ്കിൽ നമുക്ക് ഈ 4 പോളിസിയിലും നമുക്ക് ആയുർവേദ കവറേജ് അവൈലബിൾ ആണ്. ഇപ്പൊ ആരോഗ്യ സഞ്ജീവനിയിലാണെങ്കിലും അപ് ടു സം ഇൻഷുർഡ് വരെ നമുക്ക് ഈ പറഞ്ഞ പോലെ ആയുഷ് ട്രീറ്റ്മെന്റ് കവർ ചെയ്ത് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ മോഡേൺ ട്രീറ്റ്മെന്റ് എന്ന് വെച്ചാൽ പറയാം നമുക്ക് പലപ്പോഴും റോബോട്ടിക് സർജറികളായി തുടങ്ങിയിട്ടുണ്ട് പല ഹോസ്പിറ്റലും ട്രീറ്റ്മെന്റുകളൊക്കെ. അപ്പോൾ മണിപ്പാൽ സിഗ്നയിലാണെങ്കിൽ നമുക്ക് അപ് ടു സം ഇൻഷുർഡ് വരെ യൂസ് ചെയ്യാം. കെയർ ഹെൽത്തിലാണെങ്കിൽ അപ് ടു സം ഇൻഷുർഡ് വരെ യൂസ് ചെയ്യാം. SBI യുടെ അഡ്വാൻസ് പറയുന്ന പ്ലാനിലാണെങ്കിൽ നമുക്ക് 50% അവർ ലിമിറ്റ് പറയുന്നുണ്ട്. മോഡേൺ ട്രീറ്റ്മെന്റ് 50%. അതുപോലെ തന്നെ ആരോഗ്യ സഞ്ജീവനിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു 50% വരെയാണ് മോഡേൺ ട്രീറ്റ്മെന്റുകൾക്ക് കവർ ചെയ്ത് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇൻഷുറൻസ് ഡേ കെയർ പ്രൊസീജിയേഴ്സ് കവർ ചെയ്യാറുണ്ട്. അതായത് ചിലപ്പോൾ നമുക്ക് ഇപ്പോൾ ഡയാലിസിസ് അല്ലെങ്കിൽ കീമോതെറാപ്പി ഇതൊന്നും 24 മണിക്കൂർ ആവശ്യമായിട്ട് വരാറില്ല. പക്ഷെ ഇൻഷുറൻസിൽ നമുക്ക് പലരും തെറ്റിദ്ധരിക്കപ്പെടുന്ന കാര്യമാണ് ചിലപ്പോൾ 24 മണിക്കൂർ അഡ്മിഷൻ ഇല്ലാത്തതുകൊണ്ട് ഈ ട്രീറ്റ്മെന്റ് കവറേജ് കിട്ടുമെന്നൊക്കെ പറയാറുണ്ട്. ഇതിലേക്ക് വരാണെങ്കിൽ മണിപ്പാൽ സിഗ്നയ്ക്ക് വരാണെങ്കിൽ അപ് ടു സം ഇൻഷുർഡ് കവർ ചെയ്ത് കിട്ടുന്നുണ്ട്. എല്ലാ ഡേ കെയർ പ്രൊസീജിയേഴ്സും ഇതിൽ കവർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കേരളാണെങ്കിലും കവർ ചെയ്ത് കിട്ടുന്നുണ്ട്. SBIയിലേക്ക് വരാണെങ്കിൽ 141 ഡേ കെയർ പ്രൊസീജിയേഴ്സ് ആണ് കവർ ചെയ്യുന്നത്. അതിന്റെ ലിസ്റ്റ് പറയുന്നുണ്ട് ഒരു ബ്രോഷറിൽ. പിന്നെ അതുപോലെ തന്നെ ആരോഗ്യ സഞ്ജീവനിലും കവേർഡ് അപ് ടു സം ഇൻഷുർഡ് അവർ പറയുന്നുണ്ട് ഡേ കെയർ പ്രൊസീജിയേഴ്സ്. പിന്നെ അതുപോലെ OPD എക്സ്പെൻസ് പലരും ചോദിക്കുന്ന കാര്യമാണ്. ഞാൻ ജസ്റ്റ് ഡോക്ടറെ കാണാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ടാവും ഇൻഷുറൻസിലൊക്കെ ചോദിക്കാറുണ്ട്. ഇതില് മണിപ്പാൽ സിഗ്നയ്ക്ക് വരാണെങ്കിൽ നമുക്ക് ഒരു OPD ബെനിഫിറ്റ് ആയിട്ട് പറയുന്നില്ല. പക്ഷെ ഒരു ഹെൽത്ത് ചെക്കപ്പ് ആയിട്ട് ഒരു 3500 ഏകദേശം ഒരു ടെസ്റ്റ് അവർ ഒരു ലിസ്റ്റ് പറയുന്നുണ്ട്. ആ പറയുന്ന ഒരു ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവർ പറയുന്നുണ്ട്. പിന്നെ കേരളയ്ക്ക് വരാണെങ്കിൽ OPD ബെനിഫിറ്റ് കാണാനായിട്ട് സാധിക്കില്ല. SBI യുടെ ആരോഗ്യ അഡ്വാൻസ് ഈ പറയുന്ന അഡ്വാൻസിലേക്ക് വരാണെങ്കിൽ പെർ ഹെഡ് 3000 രൂപ വെച്ച് കൊടുക്കുന്നുണ്ട്. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. OPDക്ക് വേണ്ടിയിട്ട് 3000 രൂപ പെർ ഹെഡ് കൊടുക്കുന്നുണ്ട്. പിന്നെ ആരോഗ്യ സഞ്ജീവനിയിലേക്ക് വരാണെങ്കിൽ OPD ബെനിഫിറ്റ് ഒന്നും പറയുന്നില്ല അതിൽ പ്രത്യേകിച്ച്. അതുപോലെ തന്നെ പലരും ചോദിക്കുന്ന റോഡ് ആംബുലൻസ് എത്രത്തോളം കവർ ചെയ്യുന്നുള്ളത്. മണിപ്പാൽ സിഗ്നൽ അപ് ടു സം ഇൻഷുർഡ് അവർ പറയുന്നുണ്ട്. കേരള ആണെങ്കിൽ മാക്സിമം 10000 രൂപ വരെയാണ് അവർ കവർ ചെയ്യുന്നത്. ആരോഗ്യ സഞ്ജീവനി SBI യുടെ ആരോഗ്യ അഡ്വാൻസിലാണെങ്കിൽ പെർ ഹോസ്പിറ്റലൈസേഷൻ 1500 വെച്ചാണ് ആംബുലൻസ് എക്സ്പെൻസ് ആയിട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ആരോഗ്യ സഞ്ജീവനിയിലാണെങ്കിൽ പെർ ഹോസ്പിറ്റലൈസേഷൻ 2000 വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓർഗൻ ഡോണർ എക്സ്പെൻസ് അതിൽ അപ് ടു സം ഇൻഷുർഡ് അവർ കവർ ചെയ്യുന്നുണ്ട്. കെയർ ഹെൽത്തിലാണെങ്കിൽ അപ് ടു സം ഇൻഷുർഡ് വരെ കവർ ചെയ്ത് കിട്ടുന്നുണ്ട്. ബ്രോഷറിലൊക്കെ പറയുന്നുണ്ട്. ആരോഗ്യ അഡ്വാൻസിലാണെങ്കിൽ ഓർഗൻ ഡോണർ എക്സ്പെൻസ് 10% കവർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ആരോഗ്യ സഞ്ജീവനിയിലേക്കാണെങ്കിലും അപ് ടു സം ഇൻഷുർഡ് അവർ കവർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻഷുറൻസിൽ നമുക്ക് പലപ്പോഴും റിജക്ഷൻ വരുന്ന ഒരു അല്ലെങ്കിൽ എന്താ പറയാ പലപ്പോഴും പലരും തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. പോളിസി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിറ്റേ ദിവസം തന്നെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ അസുഖം വന്നിട്ട് പോളിസി എടുക്കാനായിട്ട് സാധിക്കുമോ, ഇങ്ങനെയൊക്കെ ഒത്തിരി ചോദിക്കാറുണ്ട്. ശരിക്കും ഇൻഷുറൻസിൽ വെയിറ്റിംഗ് പീരീഡ് വലിയൊരു ഫാക്ടറാണ്. നമ്മളൊരു പോളിസി എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ 4 പോളിസികളിലും നമ്മൾ ഒരു പോളിസി എടുത്തു കഴിഞ്ഞാൽ ഇനീഷ്യൽ വെയിറ്റിംഗ് പീരീഡ് എന്ന് പറയുന്നത് 30 days ആണ്. അതായത് 30 ദിവസം കഴിഞ്ഞാലാണ് നമുക്ക് പോളിസി ഉപയോഗിക്കാനായിട്ട് സാധിക്കുക. പിന്നെ അതുപോലെ തന്നെ PD പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് നമുക്ക് നിലവിൽ എന്തെങ്കിലും ഇപ്പൊ മണിപ്പാൽ സിഗ്നയുടെ കേസിലേക്ക് വരികയാണെങ്കിൽ അവർ പറയുന്നത് 3 വർഷമാണ് 36 മാസമാണ് വെയിറ്റിംഗ് പീരീഡ് പറയുന്നത്. പക്ഷെ ഇതിലൊരു സാരഥി എന്ന് പറയുന്ന ഒരു റൈഡർ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അത് ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ BP, ഷുഗർ, കൊളസ്ട്രോൾ, ആസ്മ ഇതുപോലുള്ള അസുഖങ്ങളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ 30 ദിവസം കഴിഞ്ഞാലും നമുക്ക് ട്രീറ്റ്മെന്റ് എക്സ്പെൻസ് എടുക്കാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സ്പെസിഫിക് ഇൽനെസ് വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. മണിപ്പാൽ സിഗ്നയ്ക്ക് വരികയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ചില അസുഖങ്ങളുണ്ടല്ലോ, പൈൽസ്, കിഡ്നി സ്റ്റോൺ, ഹെർണി അല്ലെങ്കിൽ സ്ലോ ഗ്രോയിങ് ഡിസീസ് ഒക്കെ നമുക്ക് 2 വർഷം കഴിഞ്ഞാലാണ് ട്രീറ്റ്മെന്റ് എടുക്കാനായിട്ട് സാധിക്കുള്ളൂ. കെയർ ഹെൽത്തിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ പ്രീ എക്സിസ്റ്റിംഗിന് 3 വർഷമാണ് ഈ VFM വാല്യൂ ഫോർ മണി എന്ന് പറയുന്ന പ്രൊഡക്റ്റിൽ 3 വർഷമാണ് 36 മാസമാണ് വെയിറ്റിംഗ് പീരീഡ് അവർ പറയുന്നത്. സ്പെസിഫിക് ഇൽനെസ്സിന് ഈ പറഞ്ഞ പോലെ 2 വർഷം തന്നെയാണ് അതിലും. അതുപോലെ തന്നെ ആരോഗ്യ അഡ്വാൻസിലേക്ക് വരികയാണെങ്കിൽ കുറച്ചുകൂടി അവിടെ ഫീച്ചേഴ്സ് വ്യത്യാസമുണ്ട്. ഇനീഷ്യൽ വെയിറ്റിംഗ് പീരീഡ് 30 ദിവസം തന്നെയാണ്. പ്രീ എക്സിസ്റ്റിംഗ് നിലവിലുള്ള അസുഖത്തിന് 2 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ കവർ ചെയ്ത് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ സ്പെസിഫിക് ഇൽനെസ് വെയിറ്റിംഗ് പീരീഡ് ഇവിടെ 1 ഇയർ വരുന്നുള്ളൂ. ബാക്കിയുള്ളടത്തൊക്കെ 2 വർഷം എന്നുള്ളത് ഇവിടെ 1 ഇയർ ആണ് വരുന്നത്. അപ്പോൾ ആരോഗ്യ സഞ്ജീവനിയിലേക്ക് വരികയാണെങ്കിൽ ഇനീഷ്യൽ വെയിറ്റിംഗ് പീരീഡ് അവിടെയും 30 ദിവസം തന്നെയാണ്. പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് അതായത് നിലവിലുള്ള അസുഖത്തിനുള്ള വെയിറ്റിംഗ് പീരീഡ് 3 വർഷമാണ്, അതായത് 36 മാസമാണ്. സ്പെഷ്യൽ ഡിസീസ് ഇൽനെസ് ഇവിടെയും 2 വർഷം തന്നെയാണ് ഈ പറഞ്ഞ വെയിറ്റിംഗ് പീരീഡും വരുന്നത്. നമ്മളെല്ലാവരും കാത്തിരുന്ന ഒരു കാര്യമാണ് ഇതിന്റെ പ്രീമിയം എത്രത്തോളം വരുന്നുണ്ട്. പ്രീമിയത്തിന് അടിസ്ഥാനമായിട്ട് തന്നെയാണ് നമ്മളൊരു വീഡിയോ ചെയ്യാനായിട്ടുള്ള കാരണം തന്നെ. ഇതിൽ ഞാൻ എടുത്തേക്കുന്നത് ഒരു 60-55 വയസ്സുള്ള ഭാര്യയ്ക്കും ഭർത്താവിനും വരുന്ന ഒരു പ്രീമിയമാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇതില്
നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 10 ലക്ഷത്തിന്റെ കവറേജിന് മണിപ്പാൽ സിഗ്നയുടെ സർവ്വപ്രഥം എന്ന് പറയുന്ന പ്ലാനിൽ വരുന്ന പ്രീമിയം ഒരു 11,395 അടുത്ത് വരുന്നുള്ളൂ 10 ലക്ഷത്തിന് 60ഉം 55 വയസ്സിലുള്ളവർക്ക്. അതുപോലെ തന്നെ കേരളത്തിന്റെ VFM-ലേക്ക് പോവുകയാണെങ്കിൽ ഈ ഒരു 60-55 വയസ്സ് വരുന്നവർക്ക് വരുന്ന പ്രീമിയം 10 ലക്ഷത്തിന് ഒരു 25,000 രൂപ അടുത്താണ്. 25,545 കേരളത്തിന്റെ റേറ്റ് ആണ്. 10 ലക്ഷത്തിന് വരുന്ന പ്രീമിയം ഇതാണ്. അതുപോലെ തന്നെ ഈ SBയുടെ ആരോഗ്യ അഡ്വാൻസിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ഒരു ഫിക്സഡ് സ്ലാബ് പറയുന്നുണ്ട്. അതിനനുസരിച്ചാണ് ഇതിൽ നോക്കി കഴിഞ്ഞാൽ ഇതിൽ 45 വയസ്സ് വരെയുള്ളവർക്ക് ഒരു ഫാമിലി 2+2 ആണ് അതിൽ പറയുന്നത്. ഭാര്യ ഭർത്താവ് 2 മക്കൾ അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഒരു 10 ലക്ഷത്തിന് 14,999 രൂപ അടുത്താണ് വരുന്നത് 45 വയസ്സ് വരെയുള്ളവർക്ക്. 45 വയസ്സ് മുതൽ 65 വയസ്സ് വരെയുള്ളവർക്ക് 10 ലക്ഷത്തിന് 24,999 രൂപയാണ്. ഇവിടെ നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത് 2+2 ആണ്. അതായത് ഈ ഒരു പ്രീമിയത്തിൽ 4 പേര് നമുക്ക് കവർ ചെയ്ത് ഒരു ഫാമിലി ഫ്ലോട്ടറാണ് ഈ ഒരു പോളിസിയുടെ റേറ്റ് വരുന്നത്. അപ്പോൾ ആരോഗ്യ സഞ്ജീവനിലേക്ക് വരാണെങ്കിൽ ഒരു 10 ലക്ഷത്തിന് ഈ പറഞ്ഞ പോലെ 55 വയസ്സുള്ളവർക്ക് പ്രീമിയം വരുന്നത് 30,367 രൂപ അടുത്താണ് പ്രീമിയം വരുന്നത്. ഈ പറഞ്ഞ പോലെ പ്രീമിയം കമ്പാരിറ്റീവ്ലി കുറവാണ്. നമുക്ക് കമ്പാരിറ്റീവ്ലി മറ്റുള്ള പ്രൊഡക്റ്റുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ പ്രീമിയം വളരെ കുറവാണ് ഈ 4 പ്രൊഡക്റ്റിലും. അതുപോലെ തന്നെ ഈ മണിപ്പാൽ സിഗ്നയുടെ സർവ്വപ്രഥം എന്ന് പറയുന്ന പ്ലാനിലേക്ക് നമുക്ക് ഒത്തിരി റൈഡേഴ്സ് തന്നിട്ടുണ്ട്. ബാക്കിയുള്ള 3 പ്രൊഡക്റ്റിലും റൈഡേഴ്സ് ഒന്നുമില്ല. പക്ഷെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി റൈഡേഴ്സ് കാണാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങൾക്കത് ഈ പോളിസി എടുക്കുന്ന സമയത്ത് അതൊരു ബെനിഫിറ്റ് ആവും. ഇതിൽ ആദ്യം വരുന്ന റൈഡറാണ് ആക്സിഡന്റ് ഹോസ്പിറ്റലേഷൻ കവർ. അതായത് മെയിൻ ആയിട്ട് ഈ ഒരു പോളിസി 4 അസുഖങ്ങളാണ് കവർ ചെയ്ത് പറഞ്ഞിരുന്നു. പക്ഷെ ഇതിൽ ആക്സിഡന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എന്തെങ്കിലും എക്സ്പെൻസിന് കവർ ചെയ്യാനായിട്ട് ഈ റൈഡർ ആഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് അപ്പൊ അങ്ങനെ 5 അസുഖങ്ങൾ കവർ ചെയ്ത് കിട്ടും നമുക്ക് ഈ ഒരു റൈഡർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ഹെൽത്ത് ചെക്കപ്പ് ഈ പറഞ്ഞ പോലെ അതൊരു റൈഡർ ഓപ്ഷൻ ആണ്. അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവർ പറയുന്ന ഒരു ലിസ്റ്റ് ഉണ്ട്. അപ്പൊ ആ പറയുന്ന ഹെൽത്ത് ചെക്കപ്പ് നമുക്ക് ആനുവലി ചെയ്യാം. അതുപോലെ തന്നെ അതിൽ വരുന്ന മറ്റൊരു റൈഡറാണ് എയർ ആംബുലൻസ്. വേണം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ആഡ് ചെയ്യാം. റീസ്റ്റോറേഷൻ ഓഫ് ദി സം ഇൻഷുർഡ്, അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 10 ലക്ഷമാണ് ഞാൻ എടുത്തേക്കുന്നത്. ഈ 10 ലക്ഷം ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീണ്ടും നമുക്കൊരു 10 ലക്ഷം റീസ്റ്റോർ ആയിട്ട് കിട്ടും ഈ റൈഡർ ആഡ് ചെയ്യുകയാണെങ്കിൽ. പിന്നെ അതുപോലെ തന്നെ ഗുഡ് ലക്ക് ബെനിഫിറ്റ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ബോണസ് തരുന്നൊരു ഫീച്ചറാണ്. അതായത് 10 ലക്ഷത്തിന്റെ ഒരു പോളിസി എടുത്തൊരു വ്യക്തിക്ക് 10 വർഷം കൊണ്ട് അതൊരു 10x ആയിട്ട് മാറും. അപ്പൊ അത് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഡിഡക്റ്റബിൾ ഓപ്ഷൻ, ഇത് നല്ലൊരു ഓപ്ഷനാണ്. അതായത് ഇപ്പൊ നിലവിൽ ഇപ്പൊ നമുക്കൊരു ഗവൺമെന്റ് എംപ്ലോയി ആണ്, മെഡിസിപ്പ് ഉണ്ട്. അപ്പൊ എനിക്ക് നല്ലൊരു ഒരു 5 ലക്ഷത്തിന്റെ കവറേജ് ആണ് കിട്ടുന്നത് വിചാരിക്കും. അപ്പൊ എനിക്കൊരു 10 ലക്ഷത്തിന്റെയോ 20 ലക്ഷത്തിന്റെയോ അല്ലെങ്കിൽ ഒരു 1 CR ഒക്കെ കവറേജ് എടുക്കണം. അപ്പൊ നമുക്കിവിടെ ഡിഡക്റ്റബിൾ ഒക്കെ ഉള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഒരു 5 ലക്ഷം രൂപ ഡിഡക്റ്റബിൾ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു 50 ലക്ഷത്തിന്റെയോ അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക ഒരു കോടി രൂപ കവറേജ് എടുത്തേക്ക്. അപ്പൊ നമുക്ക് കമ്പനിയിൽ ഇൻഷുറൻസ് ഉണ്ട് ഒരു 5 lakhന്റെ. അപ്പൊ എനിക്ക് കൂടുതൽ കവറേജ് വേണം. അപ്പൊ അങ്ങനെയൊക്കെ ആവശ്യമുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഈ രീതിയിൽ ഉപയോഗിക്കാൻ വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഒരു 5 ലക്ഷം രൂപ ഡിഡക്റ്റബിൾ വെച്ചിട്ട് ഒരു 50 ലക്ഷം 1 കോടിയൊക്കെ എടുക്കാൻ വളരെ ചീപ്പ് പ്രീമിയം വരുന്നുള്ളൂ. അപ്പോൾ അതൊരു എന്താ പറയുക, അതൊരു നല്ലൊരു ഫീച്ചറാണ് ഈ ഡിഡക്റ്റബിൾ ഓപ്ഷൻ. പിന്നെ അതേപോലെ തന്നെ കവറേജ് ഫോർ നോൺ മെഡിക്കൽ ഐറ്റംസ്, ഈ കൺസ്യൂമർ ഐറ്റംസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു റൈഡറാണ്. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് മസ്റ്റായിട്ട് ആഡ് ചെയ്യേണ്ട ഒരു റൈഡറാണ്. നമ്മുടെ ഇഷ്ടാനുസരണം ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സാരഥി നേരത്തെ പറഞ്ഞ പോലെ BP, ഷുഗർ, കൊളസ്ട്രോൾ, ആസ്മ, ഒബീസിറ്റി ഇതുപോലുള്ള അസുഖങ്ങളൊക്കെ സാധാരണഗതിയിൽ ഈ ഒരു പ്ലാനിൽ 36 മാസമാണ് വെയിറ്റിംഗ് പീരീഡ് വരുന്നത്. പക്ഷേ ഈ റൈഡർ നമ്മൾ ആഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് 30 ദിവസം കഴിഞ്ഞാൽ കവർ ചെയ്ത് കിട്ടും. അതുപോലെ തന്നെ റൂം റെന്റ് മോഡിഫിക്കേഷൻ, ഇതിൽ ഇൻബിൽറ്റ് ആയിട്ട് കിടക്കുന്നത് മണിപ്പാൽ സിഗ്നയുടെ ഒരു പ്ലാനിൽ സിംഗിൾ പ്രൈവറ്റ് റൂമാണ്. പക്ഷെ നമുക്ക് ഇതിൽ ഓപ്ഷൻസ് പറയുന്നുണ്ട്, എനി റൂം ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നമ്മളത് ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സൂട്ട് റൂമോ ഡിലക്സ് റൂമോ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ലാസ്റ്റ് വരുന്ന ഒരു റൈഡറാണ് സർപ്ലസ് ബെനിഫിറ്റ്. അത് ഡേ 1 മുതൽ തന്നെ, ഇപ്പോൾ 10 ലക്ഷം ആണെങ്കിൽ ഡേ 1 മുതൽ തന്നെ ഒരു 20 ലക്ഷം രൂപയുടെ കവറേജ് കിട്ടാവുന്ന ഒരു റൈഡറാണ്. അപ്പോൾ ഈ റൈഡറുകൾ ഒത്തിരി ഉണ്ട്. നമ്മുടെ ഈ ആവശ്യാനുസരണം ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ബാക്കിയുള്ള കമ്പനിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കെയറിന്റെ VFM, അതുപോലെ തന്നെ ആരോഗ്യ അഡ്വാൻസ്, അതുപോലെ ആരോഗ്യ സഞ്ജീവനി, ഇതിലൊന്നും റൈഡേഴ്സ് ആയിട്ട് പറയുന്നില്ല. അപ്പൊ ഈ പറഞ്ഞ പോലെ തീർച്ചയായിട്ടും ഒരു സാധാരണക്കാർക്കൊക്കെ പരിഗണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് കാരണം. അപ്പൊ നിങ്ങളുടെ ആവശ്യാനുസരണം ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. SBയുടെ അഡ്വാൻസ് പറയുന്ന പ്ലാൻ ആണെങ്കിൽ നമ്മുടെ അടുത്തുള്ള നിയറസ്റ്റ് SBയുടെ ബ്രാഞ്ചിൽ പോയിട്ട് ചോദിക്കുക. എനിക്ക് ഒന്ന് ബാങ്ക് വഴി ആരോഗ്യ സമ്പൂർണ്ണ എന്ന് പറയുന്ന പ്ലാനും ആരോഗ്യ അഡ്വാൻസ് എന്ന് പറയുന്ന പ്ലാനും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു പോളിസിയെ പറ്റി കൂടുതലായിട്ട് അറിയണമെങ്കിൽ ബാങ്ക് വഴി അപ്രോച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ പോളിസിയെ പറ്റി എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഇപ്പോഴും മനസ്സിലുണ്ടെങ്കിൽ എൻ്റെ വാട്സ്ആപ്പ് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മെസ്സേജ് കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ അയക്കുന്നതായിരിക്കും. അപ്പോൾ നന്ദി, നമസ്കാരം. പ്രിയരെ, കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവും.